30ാമത്തെ ലെസൺ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം. ഈ കഴിഞ്ഞ ചില ലെസണുകളിലായിട്ട് നമ്മൾ ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കുറേ കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഥാപാത്രങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ഇസ്രായേൽ മക്കളുടെ ആത്മീയ അന്തരീക്ഷത്തെക്കുറിച്ചും അവരെ നടത്തിയതായ വിധങ്ങളെക്കുറിച്ചും അവരെ കരുതിയ വിധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും ഒരു മെസ്സേജ് ഇന്നത്തെ കാലത്തും ദൈവം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 30ാമത്തെ ലെസൺ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ആരാണ് എസ്തേർ എന്ന് പറയുന്ന ആൾ? ഏത് കാലത്താണ് അവൾ ജീവിച്ചിരുന്നത്? എന്തായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ? അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയായിരുന്നു? ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഈ അനാഥയായി വളർന്നതായ ഒരു പൈതലായിരുന്നു ഈ എസ്തേർ. എന്നാൽ ദൈവത്തിന് അവളുടെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മളുടെ ജീവിതത്തിലും ഇടയാകണം എന്നുള്ളതാണ് ഈ പുസ്തക പഠനത്തിൻ്റെ പിമ്പിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായിട്ട് ദൈവം എങ്ങനെ ഒരു ചെറുപ്പക്കാരി സ്ത്രീയെ ഉപയോഗിച്ചുവെന്നാണ് ഈ പുസ്തകത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ അഥവാ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നുള്ളതായ ഒരു വാക്ക് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഓരോ അധ്യായത്തിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് എന്നാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, എസ്രായ്ക്കും നെഹമ്യാവിനും ഇടയ്ക്കുള്ളതായ കാലഘട്ടത്തിലാണ്. പേർഷ്യൻ രാജ്യത്താണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ഒരു സ്ത്രീ യഹൂദന്മാരെ മുഴുവനായി എങ്ങനെ രക്ഷിക്കുവാൻ അവൾക്ക് സാധിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ 2 സ്ത്രീകളുടെ പേരിൽ ഉള്ളതായ ബുക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് എസ്തേർ, ഒന്ന് രൂത്ത് എന്നുള്ളതായ 2 പുസ്തകങ്ങളാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ബൈബിളിലുള്ളതായ അവസാന ചരിത്ര പുസ്തകങ്ങളിലെ ഒരു ബുക്കാണ് ഈ എസ്തേർ എന്ന് പറയുന്നത്. ബാബിലോണിലേക്ക് പരദേശികളായി പോയതായ ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്മൾക്കറിയാം. 70 വർഷം കാലഘട്ടം തികഞ്ഞപ്പോൾ കോരേശ് എന്ന് പറയുന്നതായ ഒരു രാജാവ് പേർഷ്യൻ രാജ്യത്തു നിന്നും കടന്നു വന്ന് ബാബിലോണിലെ രാജാവിനെ, ചക്രവർത്തിയെ വെട്ടി കൊന്നതിന് ശേഷമായിട്ട് അവിടുത്തെ സ്ഥാനം ഏറ്റെടുക്കുകയും ആ സമയത്ത് യഹൂദന്മാരെ തിരിച്ചു പോകുവാനായിട്ടുള്ളതായ അനുവാദം കൊടുക്കുകയും ആദ്യമായിട്ട് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ കോരേശിൻ്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളോടും കൂടെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ യെരുശലേമിലേക്ക് കടന്നു വരുന്നു. അവരുടെ പ്രധാനമായ ഉദ്ദേശമെന്ന് പറയുന്നത് ആലയം പണിയുക എന്നുള്ളതായിരുന്നുവല്ലോ. അതിനുശേഷമായിട്ട് യെസ്രാ പുരോഹിതനും ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ട് യെരുശലേമിലേക്ക് കടന്നു വരികയും അവിടെ ജനത്തെ ന്യായപ്രമാണം പഠിപ്പിച്ച് അവരെ ആത്മീയമായ ഒരു ഉത്തേജനം നൽകുകയും ഒരു ഉണർവിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായ ചരിത്രം നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിക്കുകയുണ്ടായി. അതിനുശേഷമായിട്ടാണ് നെഹമ്യാവ്
ഈ പേർഷ്യൻ രാജ്യത്തു നിന്നും വീണ്ടും മൂന്നാമത്തെ ഭാഗമായിട്ട് കുറേ ആൾക്കാരുമായിട്ട് യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. നെഹമ്യാവിൻ്റെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ അത് യെരുശലേം നഗരത്തിന് ചുറ്റുമുള്ളതായ മതിൽ ഇടിഞ്ഞു കിടക്കുകയും തീ കൊണ്ട് വെന്ത് കിടക്കുകയും ചെയ്യുന്നു എന്നറിയപ്പോൾ തൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന മൂലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അനുവാദം പ്രാപിച്ച് ഒരു അനോയിൻമെൻറ്റ് പ്രാപിച്ചുകൊണ്ടാണ് മതിൽപ്പണിക്ക് വേണ്ടി കടന്നു വരുന്നതായ ചരിത്രം കഴിഞ്ഞ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ എസ്രായുടെ വരവിനും നെഹമ്യാവിൻ്റെ വരവിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് എസ്തേറിൻ്റെ ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ എത്ര വർഷമായി, ഏത് യഹൂദന്മാരാണ് അവിടെ താമസിക്കുന്നത്, എന്താണ് എല്ലാവരും മടങ്ങിപ്പോരാത്തത് എന്ന്. 70 വർഷം കഴിഞ്ഞപ്പോൾ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ അവിടെ നിന്നും കടന്നു പോന്നു. അതിന് ശേഷമായിട്ട് എസ്രായുടെ നേതൃത്വത്തിലും കുറേ ആൾക്കാർ കടന്നു പോന്നു. എന്നാൽ വീണ്ടും അവിടെ സെറ്റിലായ അനേക യഹൂദന്മാർ അവിടെ ബാബിലോണിലും പേർഷ്യൻ സംസ്ഥാനങ്ങളിലും ആയിട്ട് ചിതറിപ്പാർക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മളറിയണം. അപ്പോൾ 70 മുതൽ പിന്നെയും 10-30 വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ഏകദേശം 100 വർഷങ്ങളോളം ഈ യഹൂദന്മാർ അവിടെ പാർക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എസ്തേറിൻ്റെ മാതാപിതാക്കളെയും അവിടേക്ക് കൊണ്ടുപോയി അവരുടെ മക്കളായിട്ട് ജനിച്ചതായ കൂട്ടത്തിൽ ഒരാളാണല്ലോ ഈ എസ്തേർ എന്ന് പറയുന്നത്. എന്നാൽ അവളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ച് പോയി എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ സമയത്താണ് മൊർദെഖായി എന്ന് പറയുന്നതായ അവളുടെ ചിറ്റപ്പൻ അവളെ വളർത്തുപുത്രിയായിട്ട് എടുക്കുകയും അവൾ അവിടുത്തെ സംസ്കാരത്തിൽ വളർന്നു വരികയും അവളുടെ റിയലായിട്ടുള്ളതായ പേരും മാറ്റി എസ്തർ അല്ലെങ്കിൽ സ്റ്റാർ എന്നർത്ഥമുള്ളതായ എസ്തർ എന്നുള്ളതായ അവിടുത്തെ പേര് എടുക്കുകയും ചെയ്തതായിട്ടാണ് വേദപുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവിൻ്റെ ചരിത്രം ആണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ഈ അഹശ്വേരോശ് രാജാവ് എന്ന് പറയുന്നത്? അഹശ്വേരോശ് എന്ന് പറയുന്നത് കോരേശ് രാജാവിൻ്റെ ഗ്രാൻഡ് സൺ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏകദേശം 70 വർഷങ്ങൾ പരദേശികളായി പാർത്തതിനു ശേഷമാണ് ബാബിലോണിലേക്ക് കോരേശ് രാജാവ് കടന്നു വരുന്നു. അവിടെ രാജ്യത്വം ഏറ്റെടുക്കുന്നു. അതിനുശേഷമായിട്ട് തൻ്റെ ഗ്രാൻഡ് സൺ ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിലാണ് എസ്തേറിൻ്റെ ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആദ്യമായിട്ട് 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് രാജാവ് ഇവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ചരിത്രകാരനായ ഹെറോദാസ് കൂടുതൽ വിഷയങ്ങൾ ബൈബിളിൻ്റെ വെളിയിൽ തന്നെ ഈ രാജാവിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ തൻ്റെ ഭരണകാലത്ത് താൻ വളരെ മുൻകോപിയായിരുന്നു, വളരെ സ്ഥാനമോഹിയായിരുന്നു. ലോകമെല്ലാം പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നു. അവൻ്റെ പ്രതാപം മറ്റുള്ളവരെ കാണിക്കണം, ലോകത്തിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു അഹശ്വേരോശ് രാജാവ്. അപ്പോൾ അടുത്തതായിട്ട് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചുവടക്കുവാനുള്ളതായ തയ്യാറെടുപ്പിൽ താൻ മുൻപോട്ട് പോകുന്നു.
ആ യുദ്ധത്തിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് തൻ്റെ ജനങ്ങളെയും പ്രഭുക്കന്മാരെയും ലീഡേഴ്സിനെയും ഒക്കെ വിളിച്ച് അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് അവരെ ഒന്നിച്ച് ഒരു ചരടിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. ഒരു വിരുന്ന് കഴിക്കുന്നതായ അനുഭവമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 180 ദിവസത്തോളം ആ വിരുന്ന് രാജാവ് കഴിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂശൻദാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസത്തെ വിരുന്ന് കഴിക്കുന്നതായിട്ടാണ് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെയും ഇതിൻ്റെ 2-ാം ഭാഗമായിട്ടാണ് ചെയ്തത്. എന്നാൽ ഈ 2-ാമത്തെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ വിരുന്നിൻ്റെ സമയത്ത് താൻ തൻ്റെ രാജ്ഞിയായ വസ്തിയെ ആ വിരുന്നിലേക്ക് വിളിച്ചിട്ട് അവിടെ സന്നിഹിതരായിരിക്കുന്ന മഹത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയും രാജ്ഞി അത് കംപ്ലീറ്റായിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനോട് ആ ഒരു അനുസരണക്കേടിൻ്റെ ഫലമായി രാജാവ് കോപിഷ്ഠനാകുന്നു, വലിയ ഒരു തീരുമാനമെടുക്കുന്നു. അത് രാജ്യത്തുള്ളതായ എല്ലാ മഹത്തുക്കളും ചേർന്നുള്ള ഒരു തീരുമാനം, വസ്തിയെ ആ സ്ഥാനത്ത് നിന്നും അനുസരണക്കേടിൻ്റെ പേരിൽ മാറ്റുന്നതായിട്ടാണ് ഇവിടെ ഈ 1-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് താൻ അതിനു ശേഷമായിട്ട് ഈ ഗ്രീസ് കൈവശമാക്കുവാൻ വേണ്ടി അവിടേക്ക് പോയി എന്നും അവിടെ ഒരു പാലം നിർമ്മിച്ചുവെന്നും ആ പാലം എല്ലാം തകർന്ന് തരിപ്പണമായി പോയി എന്നും താൻ ആ സംരംഭത്തിൽ തോൽവിയടഞ്ഞു എന്നുമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ തിരികെ വന്നു. അപ്പോഴേക്കും ചില വർഷങ്ങൾ കഴിഞ്ഞു. അതിന് ശേഷമായിട്ടാണ് ഈ എസ്തേറിൻ്റെ കാര്യം ആരംഭിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-7 വർഷങ്ങൾ വസ്തിയുടെ വേർപാട് കഴിഞ്ഞതിന് ശേഷമായിട്ട് താൻ മാനസികമായിട്ട് വളരെ പ്രയാസത്തിൽ ആവുകയും അങ്ങനെ ഒരു ബ്യൂട്ടി പേജൻറ്റ് നടത്തി രാജ്യത്തുള്ള സൗന്ദര്യകളായ സ്ത്രീകളെയൊക്കെ വരുത്തി അതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുവാൻ തൻ്റെ അടുത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ആലോചന പ്രകാരം അങ്ങനെ ചെയ്യുന്നതായ സമയത്താണ് രാജകൊട്ടാരത്തിൽ അല്പം പിടിപാടൊക്കെ ഉണ്ടായിരുന്ന അതിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായ ഈ മൊർദെഖായി എന്ന് പറയുന്നതായ എസ്തേറിൻ്റെ ചിറ്റപ്പൻ ഈ വിവരം അറിയുകയും അങ്ങനെ എസ്തേറിനെ ഇതിൻ്റെ ഒരു കാൻഡിഡേറ്റായിട്ട് അവിടെ നിയമിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായി കാണുന്നത് മൊർദെഖായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ. അവന് യഹൂദനായിരുന്നു. അത് എസ്തേറിൻ്റെ ചിറ്റപ്പനായിരുന്നു. ഈ എസ്തേറിൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയപ്പോൾ തൻ്റെ മകളായിട്ട് എസ്തേറിനെ കൂട്ടി വളർത്തുകയും ചേക്കാറുകയും ചെയ്തതായ ഒരു നല്ല മനുഷ്യനായിരുന്നു മൊർദെഖായി. മൊർദെഖായി ആ രാജകൊട്ടാരത്തിന് അടുത്ത് പാർത്തിരുന്നവനാണ്. അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ വളരെ പിടിപാട് ഒക്കെ ഉള്ളവനായിരുന്നു. അങ്ങനെ അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ഈ എസ്തേറിനെ നോക്കിക്കാണുകയും അതുമാത്രവുമല്ല അവൻ്റെ റെക്കമെൻഡേഷൻ മൂലം രാജകൊട്ടാരത്തിലുള്ളതായ ഷണ്ണന്മാരൊക്കെ വളരെ ശ്രദ്ധയോടെ അവൾക്ക് എല്ലാവിധമായ ഹെൽപ്പ് നൽകുകയും ഒടുവിൽ രാജാവിൻ്റെ ആ ഇൻ്റർവ്യൂ ദിവസത്തിൽ അവളെ തന്നെ രാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കുകയും രാജാവിൻ്റെ കിരീടം അവളുടെ തലയിന്മേൽ വെച്ചിട്ട് രാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ
അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ അഹശ്വേരോശ് രാജാവിനെ വധിക്കുവാൻ വേണ്ടി 2 ആൾക്കാർ ആ രാജസന്നിധിയിലേക്ക് കടന്നു വരുന്നതായ ആ ഗൂഢമായ കാര്യം, വളരെ രഹസ്യമായ കാര്യം മൊർദെഖായി ചോർത്തിയെടുക്കുകയും അത് ഈ എസ്തർ രാജ്ഞിയെ അറിയിക്കുകയും രാജാവ് അത് അന്വേഷിച്ചിട്ട് അവരെ വധിക്കുകയും ചെയ്തതായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ ആ ഒരു സംഭവം നടക്കുമ്പോൾ അത് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വയ്ക്കുക പതിവായിരുന്നു. അതുപോലെ ചെയ്തു. എന്നാൽ അവന് യാതൊരു വിധമായ റിവാർഡും അതിന് കൊടുത്തിരുന്നില്ല. ആ സംഭവം അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ കഥാപാത്രത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഹാമാൻ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ അവിടുത്തെ അഹശ്വേരോശ് രാജാവിൻ്റെ 2ാമനായിട്ട് വാഴുന്നതായ കാലം. തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായിട്ട് അവൻ്റെ സ്ഥാനക്കയറ്റം കൊടുത്ത് രാജാവ് വളരെ ബഹുമാനിച്ച ഒരു മനുഷ്യനായിരുന്നു ഹാമാൻ. എന്നാൽ അവൻ്റെ പൂർവ്വകാലം നമ്മൾ നോക്കുമ്പോൾ അവൻ അമാലേക്കിനായ ഒരു മനുഷ്യനായിരുന്നു. അമാലേക്കിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവരെ ഉപദ്രവിച്ച ഒരു കൂട്ടരാണ് അമാലേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമാലേക്കരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പന കൊടുത്തു. അവർ കനാൻ ദേശത്തേക്ക് വന്നതിന് ശേഷമായിട്ട് ശൗൽ രാജാവായപ്പോൾ അമാലേക്കരുമായിട്ട് യുദ്ധത്തിന് പോയി അവരെ എല്ലാം നശിപ്പിച്ച് കളയണം എന്നുള്ളതായ കൽപ്പന ദൈവം ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം കൊടുത്തു. എന്നാൽ താൻ അതനുസരിക്കാതെ ശൗൽ രാജാവ് അവിടെയുള്ളതായ അമാലേക്കരെ തോൽപ്പിച്ചു. എന്നത് കൂടാതെ അവരുടെ രാജാവായ ആഗാഗിനെ പിടിച്ചുകൊണ്ട് ജീവനോടെ ഇവിടേക്ക് കൊണ്ടുവന്നു തൻ്റെ രാജ്യത്തേക്ക്. ആ ആഗാഗിൻ്റെ വംശ പാരമ്പര്യം ഉള്ളതായ ഒരു മനുഷ്യനാണ് ഈ ഹാമാൻ എന്ന് പറയുന്നത്. ആ പൂർവ്വ വൈരാഗ്യം ഈ പ്രശ്നം മൂലം തന്നിൽ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ മക്കളെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയണം, അവരുടെ വംശഹത്യ ഞാൻ നടത്തണം എന്നുള്ള തീരുമാനത്തോടുകൂടെ അങ്ങനെയുള്ള ഒരു മൂവാണ് ഈ ഹാമാനിൽ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതാ ഇവൻ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് ആ രാജകൊട്ടാരത്തിൻ്റെ വാതിലുകളിൽ ഒക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നതായ ഈ മൊർദെഖായിയുടെ കാര്യത്തിൽ അവനൊട്ടും ഇഷ്ടമല്ലാതെ ഇരിക്കുന്നു. എല്ലാവരും തന്നെ ഒരു വലിയ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവനെ കുമ്പിടുമ്പോൾ ഈ മൊർദെഖായി ഇതാ അവനെ കുമ്പിടാതെ അവിടെ ഗവനിക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവനെ നശിപ്പിക്കണം, ഇവൻ്റെ കൂട്ടത്തെ മുഴുവനായി ഇസ്രായേലിനെ മൊത്തമായിട്ട് യഹൂദന്മാരെ മൊത്തമായിട്ട് നശിപ്പിക്കണം എന്നുള്ളതായ ആ വാഞ്ചയോടുകൂടെ കരുക്കൾ നീക്കുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവൻ രാജാവിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചെതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ചെലവൊക്കെ താൻ തന്നെ വഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി രാജാവിനെ
നിർബന്ധിക്കുകയും രാജാവ് തൻ്റെ മോതിരം തനിക്ക് ഊരിക്കൊടുത്തിട്ട് ഇതാ ആ നിയമം നടപ്പാക്കിക്കൊള്ളുക എന്ന് പറയുകയും അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടുത്തെ അക്ഷരത്തിലും അതേ ജനത്തിനും അവരുടെ ഭാഷയിലും ഈ നിയമമൊക്കെ എഴുതിയിട്ട് അഹശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. എന്താണ് ആ നിയമം? അതായത് ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. ഇങ്ങനെയുള്ളൊരു വലിയ സംഭവമാണ് അവിടെ നടക്കുന്നത്. ഈ വിവരം മൊർദെഖായി അറിയുന്നു. ഇത് എങ്ങനെയെങ്കിലും എസ്തേറിനെ അറിയിക്കണം എന്നുള്ളതായ താല്പര്യമുണ്ട്. എന്നാൽ തനിക്ക് കൊട്ടാരത്തിനകത്തേക്ക് പോകുന്നതിനുള്ളതായ ആ അനുവാദം ഇല്ലാത്തത് കൊണ്ട് ആ രാജകൊട്ടാരത്തിൻ്റെ വെളിയിൽ ചണനൂൽ ധരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നു. ആ വിവരം ഇതാ എസ്തേർ അറിയുന്നു. എന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ അവരുടെ സംസാര വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഈ എസ്തേറിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസന്മാർ മുഖേന ഈ വിവരങ്ങൾ കൈമാറുന്നു. ഇവിടെ മൊർദെഖായി ഈ കാര്യങ്ങളൊക്കെ എസ്തേറിനെ ധരിപ്പിക്കുന്നു. ഹാമാൻ ഇതാ യഹൂദ ജനത്തെ മൊത്തമായി നശിപ്പിക്കുവാൻ രാജ്യത്തെല്ലായിടത്തും കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. അവളൊരു എക്സ്ക്യൂസ് പറയുകയാണ്, എനിക്ക് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിനുള്ളതായ അനുവാദം ഇല്ല. അടുത്ത 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള അവകാശമില്ല. രാജാവിൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. കഴിഞ്ഞ രാജ്ഞിയായിരുന്നതായ വസ്തിയുടെ കാര്യത്തിൽ അവനെടുത്ത തീരുമാനം, അവൻ്റെ മുൻകോപം ഒക്കെ അറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ആരെയും കൊന്നുകളയുന്നതിനുള്ളതായ കൽപ്പനയാണ് ഉള്ളത്. അവൻ ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ അവൻ എന്നെയും കൊന്നുകളയും. എന്നാൽ താഴോട്ടുള്ള വാക്യത്തിൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 3 ദിവസം നിങ്ങൾ ആഹാരം കഴിക്കാതെ ഉപവാസം എടുക്കുക. രാവും പകലും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവേൻ എന്നാണ് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ, ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്നു, എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊർദെഖായി പറയുന്നത്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോ സ്ഥലത്ത് ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെ നിന്നെങ്കിലും മറ്റുള്ളവർക്ക് ഉദ്ധാരണമുണ്ടാകും. എന്നാൽ ദൈവത്തിന് ആ മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പാനായിട്ട് സാധ്യമാകുകയല്ല. എന്നാൽ ഇവിടെ എസ്തേറിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് എസ്തേർ തൻ്റെ ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ രാജാവിൻ്റെ മുമ്പിലേക്ക് പോകാം, ഒരു റിസ്ക് എടുക്കുകയാണ്. അവൻ്റെ പൊൻചെങ്കോൽ എൻ്റെ നേരെ നീട്ടിയില്ല എങ്കിൽ അവർ എന്നെ കൊന്നുകളയും, അതിനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ആ റിസ്ക് എടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, 3 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുക. എന്നാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതായ വിശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ
റിസ്ക് എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവളുടെ പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾക്ക് കാണുന്നത്. ഇന്ന് നമ്മളുടെയും ജീവിതത്തിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ റിസ്ക് എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവരുടെ പിൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒരു കൂട്ടം ജനങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ദൈവത്തിന് വൻ കാര്യങ്ങളിൽ നമ്മളിൽ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള മെസ്സേജ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. നമ്മളുടെ പ്രാർത്ഥന, നമ്മൾ സഭയായിട്ട്, ചർച്ചായിട്ട്, നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മളുടെ പൈതങ്ങൾ നമ്മൾക്ക് പോകാൻ കഴിവില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാനും പ്രവർത്തിപ്പാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും കർത്താവ് അവർക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എസ്തറിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരത്ഭുത പ്രവർത്തനമാണ്. ഈ രാജാവിൻ്റെ കഠിനമായ ആജ്ഞ കൽപ്പന ഉള്ളപ്പോൾ തന്നെ അതിനെ കാര്യമാക്കാതെ ഇസ്രായേൽ മക്കളെ ഏതു വിധേനയും രക്ഷിക്കണം എന്നുള്ളതായ താല്പര്യത്തോടുകൂടെ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് താനും തൻ്റെ ദാസിമാരൊക്കെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒരു പ്രിപ്പറേഷൻ എടുത്തുകൊണ്ട് രാജാവിൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്ന 5-ാം അധ്യായത്തിൽ. എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവളോട് കൃപ തോന്നി. അവൻ്റെ കയ്യിൽ ഇരുന്നായ പൊൻചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. ഇവിടെ നിയമം അവളെ അനുശാസിക്കുന്നില്ല രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ളതായ ഒരു അപ്പീൽ കൊടുക്കുന്നതിനുള്ളതായ സാഹചര്യം ഉള്ളതായ അവസ്ഥയല്ല. എന്നാൽ അവൾ ജീവിതത്തിൽ എന്തും ഭവിച്ചാലും ഞാനത് ചെയ്യുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോയതിനാൽ ദൈവം രാജാവിൻ്റെ മനസ്സിനെ പ്രവർത്തിച്ചു. രാജാവിന് അവളോട് കൃപ തോന്നുവാൻ അനുവദിച്ചു എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ചില പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ അധികാരികൾ നമ്മൾക്ക് എതിരാണെങ്കിൽ തന്നെയും അവർക്ക് നമ്മോട് കൃപ തോന്നുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കും. ഇവിടെ ബൈബിളിൽ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യോസേപ്പിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഫറവോന് യോസേപ്പിനെ കാരാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരു അവസരം നൽകി, രാത്രിയിലൊരു സ്വപ്നം നൽകി. രാത്രികളിൽ പ്രവർത്തിക്കുന്നവനായ ദൈവം ഇവിടെയും എസ്തറിന് വേണ്ടി പ്രവർത്തിച്ച് അവൻ രാജാവിൻ്റെ മനസ്സിൽ എസ്തറിനോട് കൃപ തോന്നി പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, എസ്തറെ, നിനക്ക് എന്ത് ഞാൻ ചെയ്തു തരണം? രാജ്യത്തിൻ്റെ പകുതിയായാലും തരാം എന്നുള്ളതായ സന്തോഷ വാർത്തയോടുകൂടെ വെൽക്കം ചെയ്തുകൊണ്ടാണ് അവൻ ആ രാജാസനത്തിൽ അവളോട് ഇടപെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എസ്തർ പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല. ഒരാഗ്രഹമുണ്ട്, നാളെ എന്നൊരുക്കുന്നതായ വിരുന്നിൽ നാളെ കൂടെ നീ വരണം. എന്നാൽ ഒരു പ്രത്യേക കാര്യമുണ്ട്, നിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ആ ഹാമാനെ കൂടെ ആ വിരുന്നിന് കൊണ്ടുവരണം. നീയും ഹാമാനും ആ വിരുന്നിൽ കടന്നു വരണം എന്ന് ഉള്ള ഒരു റിക്വസ്റ്റാണ് അവൾ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഹാമാന് ഭയങ്കര സന്തോഷം. എന്നെ രാജാവിനോടുകൂടെ ഇതായി രാജ്ഞി ക്വീൻ വെൽക്കം ചെയ്യുകയാണല്ലോ, അവിടെ എന്നെ ക്ഷണിച്ചിരിക്കുകയാണല്ലോ, ഞാൻ വളരെ പ്രിയപ്പെട്ടവനാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ട് അവൻ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ്
ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അന്ന് രാത്രി 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 2 കാര്യങ്ങൾ. അത് ദൈവത്തിൻ്റെ പ്ലാനിലുള്ള കാര്യം. ദൈവത്തിന് സകലത്തെയും തിരിച്ചു മറിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഇതിൽ നിന്നും നമ്മളുടെ അനുഭവത്തിൽ കൂടെയും മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മൾക്കും അനുഭവങ്ങൾ തരുവാൻ വിശ്വസ്തനാണ്. ഈ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തുവാൻ വേണ്ടി ദൈവം ഇതാ 6-ാമത്തെ അധ്യായത്തിൽ രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് ഉറക്കമില്ലാതെ തൻ്റെ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ കഴിയുന്നു. എന്നാൽ അതിന് മേളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അന്ന് രാത്രി ഈ ഹാമാൻ വളരെ സന്തോഷിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഭാര്യയോടൊക്കെ പറയുകയാണ്, എൻ്റെ ശത്രുവായ ഈ മൊർദെഖായി എനിക്ക് ഇത്രമാത്രം സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായിട്ടും ഇത് അവൻ കൊട്ടാരത്തിൻ്റെ വാതിക്കലിരുന്ന് എന്നെ കണ്ടാൽ ഒരു കൂസലും കൂടാതെ അവിടെ ഇരിക്കുന്നു, ഒരു ബഹുമാനവും കൂടാതെ ഇരിക്കുന്നു. ഒന്ന് എഴുന്നേൽക്കുവാനോ കുമ്പിടുവാനോ അവൻ മുതിരുന്നില്ല. അവനെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതായ ആ കോപവാക്കുകൾ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയുകയാണ്, 50 മുഴം ഉയരമുള്ളതായ ഒരു കഴുകുമരമുണ്ടാക്കി അത്രയും ഉയരത്തിൽ അവനെ തൂക്കിയിടുക, തൂക്കിക്കൊല്ലുക എന്നുള്ളതായ ഒരു വെർഡിക്റ്റാണ് അവർ ഭവനമായിട്ട് എടുക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി വളരെ സന്തോഷത്തോടും വളരെ അധികാരത്തോടും കൂടെ ഈ തൂക്കം മരമുണ്ടാക്കിക്കൊണ്ട് ഹാമാൻ്റെ ഭവനത്തിലുള്ളവർ ഉത്സവം ആചരിക്കുകയാണ്. എന്നാൽ ആ ഉത്സവത്തെയൊക്കെ പ്രയാസത്തിൻ്റെ രാത്രിയാക്കുവാനായിട്ട് ദൈവത്തിന് ഒരു രാത്രി മതി, ചില മണിക്കൂറുകൾ മതി എന്നാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 6-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ രാജാവിന് ഉറക്കം വരുന്നില്ല. കുറേ നേരം ഉറക്കം വരാതെ ഇരുന്നപ്പോൾ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നാ ആവർത്തന പുസ്തകം ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരിക, അതിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. നിങ്ങൾ എത്ര പേര് ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? പലപ്പോഴും ബോറിങ്ങായിട്ട് തോന്നുന്നതായ പുസ്തകമാണ്. പലരുടെയും പേരുകളും വിവരക്കണക്കുകളും ഒക്കെ എഴുതിയിരിക്കുന്ന ആകയാൽ അങ്ങനെ ഓരോ രാജാക്കന്മാരുടെ കാര്യങ്ങൾ ഒക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണത്. ഇവിടെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ചെയ്തതായ ഓരോ കാര്യങ്ങൾ ഈ ചുരുളിൽ എഴുതി വെച്ചിരുന്നതായ ആ ബുക്ക് കൊണ്ടുവരിക, ഞാനിത് കേൾക്കട്ടെ എന്ന് പറയുവാനായിട്ട് അവൻ്റെ മനസ്സിൽ പ്രേരണയുണ്ടാകുകയും ആ ഭൃത്യന്മാർ ആ പുസ്തകം കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അവർ ആദ്യമായിട്ട് തുറന്നപ്പോൾ അവർക്ക് കിട്ടിയതായ ആ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ചില നാളുകൾക്ക് മുമ്പ് ഈ അഹശ്വേരോശ് രാജാവിനെ കൊന്നുകളയുവാൻ വേണ്ടി 2 പേർ രാജകൊട്ടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം മൊർദെഖായി മണത്ത് അറിയുകയും ആ ന്യൂസ് എസ്തേറിൻ്റെ പക്കൽ ഏൽപ്പിച്ചപ്പോൾ രാജാവ് അവരെ വിസ്തരിച്ചപ്പോൾ അവർ ഇത് ശരിയായ ഒരു ന്യൂസാണെന്നും അവർ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി ഭാവിക്കുകയാണെന്നും ഉള്ളതായ കാര്യം അറിഞ്ഞു. അത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഭാഗം അന്ന് രാത്രി വായിച്ച് കേൾപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മൊർദെഖായിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ രാജാക്കന്മാർ അങ്ങനെയുള്ളതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് രാജാക്കന്മാർക്ക് അനുകൂലമായിട്ടുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുക്കുക പതിവാണ്. എന്നാൽ മൊർദെഖായിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല. പ്രതിഫലം കൊടുത്തതായിട്ട് വല്ല റെക്കോർഡുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് കർത്താവെ എനിക്ക് ഒരു റിവാർഡും പ്രതിഫലവും ഇതുവരെ കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് നമ്മൾ ചിലപ്പോൾ ഭാരപ്പെടാറുണ്ട്. കർത്താവിന് വേണ്ടി വളരെ കൊടുത്തു, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു, കർത്താവിന് വേണ്ടി നിന്നു, മറ്റുള്ളവരൊക്കെ
ആധാർമികമായ നിലയിൽ വലിയ നിലകളിലാകുമ്പോഴും അധ്വാനം കൂടാതെ വലിയ നന്മകളൊക്കെ ലഭിക്കുമ്പോഴും ഞാൻ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെയാണല്ലോ, ഒരു റിവാർഡും കിട്ടുന്നില്ലല്ലോ എന്ന് നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നീ ചിന്തിച്ചു വന്നേക്കാം. എന്നാൽ ഇവിടെ വചനത്തിൽ നിന്നും നിന്നോട് സംസാരിക്കുവാനുള്ളതായ ഒരു ദൂതുണ്ട്. അതെന്താണ്? നീ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. നീ വെയിറ്റ് ചെയ്യുക. നിൻ്റെ റിവാർഡ് ഓൺ ദ വേയിലാണ്. കർത്താവ് തക്ക സമയത്ത് അത് നൽകിത്തരും എന്നുള്ളതായ ഒരു മെസ്സേജാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്. നിൻ്റെ റിവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ, അതിനുവേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതെന്തുകൊണ്ട് താമസിക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ, അതിൻ്റെ റൈറ്റ് ടൈമിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി നൽകിത്തരും, നിനക്ക് വേണ്ടി നൽകിത്തരും എന്നുള്ളത് ഏറ്റെടുക്കുക. കർത്താവിൻ്റെ ആ റിവാർഡിന് വേണ്ടി കാത്തിരിക്കുക. ഈ മൊർദെഖായിയുടെ ജീവിതത്തിൽ ഈ റിവാർഡ് അവന് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രാജാവ് ഈ ഹാമാനോട് തന്നെ ചോദിക്കുകയാണ്. ഹാമാൻ രാവിലെ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ മൊർദെഖായിയെ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ തൂക്കുവാൻ വേണ്ടി അനുവാദത്തിന് വേണ്ടി രാജാവ് വന്ന് ആ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ ആരാണ് അവിടെ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അത് ഹാമാനാണ്. പ്രധാന അഡ്വൈസറാണ്. അവൻ വളരെ ബുദ്ധിമാനാണ്. അവനെ ഇങ്ങ് വരുത്തുക എന്ന് രാജാവ് പറയുന്നു. ഹാമാനോട് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കുവാനിരിക്കുന്ന പുരുഷന് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവനെ ബഹുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ന്യായമായിട്ട് അന്നത്തെ സമയത്ത് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ആരാണ്, അത് ഞാനല്ലാതെ ആരാണെന്ന് ഹാമാൻ ചിന്തിച്ചിട്ട് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഈ ഹാമാൻ ബുദ്ധിയോടുകൂടെ പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാനിച്ച് 7-ാമത്തെ വാക്യം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്. ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാനിച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. തനിക്ക് തന്നെ ഈ ബഹുമാനമെല്ലാം കിട്ടും, തന്നെക്കുറിച്ചാണ് രാജാവ് ഇത് ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്ര ശ്രേഷ്ഠമായ ഒരു പദവി അവൻ്റെ ബുദ്ധിയിൽ കൂടെ രാജാവിന് ആലോചന പറഞ്ഞു കൊടുത്തത്. എന്നാൽ പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന മൊർദെഖായിക്ക് അങ്ങനെയൊക്കെ ചെയ്യുക, നീ പറഞ്ഞതിൽ ഒട്ടും കുറച്ച് കളയരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഹാമാനും മനസ്സിലാകുന്നത്, ഇത് മൊർദെഖായിക്ക് വേണ്ടിയാണല്ലോ രാജാവ് ചോദിച്ചത്, അവനെയാണല്ലോ ബഹുമാനിക്കുവാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, അതിനപ്പുറത്തായിട്ട് ഇതിൽ കൂടെ എന്ത് നാണംകേടാണുള്ളത്. ഞാൻ അവനെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഞാൻ അവനെ ശിരത്തിൽ കൂടെ നടത്തി. ഇത് വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ ഇങ്ങനെയാണ് രാജാവ് ബഹുമാനിക്കുന്ന ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്തോ ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് ഓർത്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ അതിന് ശേഷമായിട്ട് അവൻ ഈ കാര്യങ്ങൾ രാജാവിനോട് ഈ മൊർദെഖായിയെ തൂക്കിക്കൊല്ലുന്ന കാര്യം ചോദിക്കാതെ തന്നെ സംഗതിയെല്ലാം കംപ്ലീറ്റായിട്ട് ടേൺ അറൗണ്ട് ചെയ്തപ്പോൾ അവൻ വീട്ടിലേക്ക് ദുഃഖിതനായി പോയി എന്നാണ് നമുക്ക് കാണുന്നത്. ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല താഴ്ത്തിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെ ഹാമാൻ ഭാര്യയായ സേരസിനോട് തൻ്റെ സകല സ്നേഹിതന്മാരോടും
വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരസും അവനോട് മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ്യ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകേ ഉള്ളൂ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിന് മുമ്പ് വളരെ സന്തോഷിച്ച് ആഘോഷിച്ച് നടന്നതായ ഈ ഹാമാൻ്റെ ജീവിതം ടേൺ അറൗണ്ട് ചെയ്ത് ഓവർടേൺ ചെയ്ത് ഇതാ അവൻ്റെ ജീവിതം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു മോർണിംഗ് ടൈമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴും. നേരത്തെ ഭാര്യ അവനെ സപ്പോർട്ട് ചെയ്താണ്. നീ അവനെ 50 മുഴമുള്ളതായ ആ തൂക്കുമരത്തിൽ തൂക്കിക്കൊന്ന് നീ വിജയശ്രീ ലാളിതനായിട്ട് മുൻപോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഭാര്യ പറയുകയാണ്, നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല എന്ന് അവൾ ഭാര്യ തന്നെ ഇങ്ങനെ സാക്ഷ്യം പറയുകയാണ്. ഇവിടെ പിന്നീട് അന്ന് വൈകിട്ട് എസ്തേറിൻ്റെ വിരുന്ന് ഭവനത്തിലേക്ക് രാജാവിൻ്റെ കൂടെ ഈ ഹാമാനും കൂടെ ചെല്ലുന്നതായ സംഭവം താഴെ വിവരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? അവിടെ വെച്ച് രാജാവ് ചോദിക്കുകയാണ്, എസ്തേറേ, നിനക്ക് രാജ്ഞിയെ, നിനക്ക് എന്താണ് വേണ്ടത്, എന്നോട് ചോദിച്ചുള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഒരു കാര്യമേ ചോദിക്കുവാനായിട്ടുള്ളൂ. എൻ്റെ ജീവൻ, എൻ്റെ സ്വന്തം ജനത്തിൻ്റെ ജീവൻ നീ സേഫാക്കണം. എന്നെ കൊല്ലുവാൻ നോക്കുന്ന ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. അപ്പോഴാണ് രാജാവ് വളരെ ഫ്യൂരിയസ് ആയിട്ട് ഈ മുമ്പുണ്ടായിരുന്നായ രാജ്ഞി വസ്തിയുടെ മുമ്പിൽ ഫ്യൂരിയസ് ആയിട്ട് കോപിഷ്ഠനായതുപോലെ ഫ്യൂരിയസ് ആയിട്ട് അവൻ എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുവാൻ വേണ്ടി ഇതാ അടുത്തുള്ളതായ മുറ്റത്തേക്ക് പോകുന്നു. എന്നിട്ട് വളരെ ക്ഷുഭിതനായിട്ട് അവൻ തിരികെ കയറി വരുമ്പോൾ ഇതൊരു കാഴ്ച കാണുകയാണ്. ഈ ഹാമാൻ അവളുടെ കാൽക്കൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാലിൽ പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ, എൻ്റെ ജീവനെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ആരാണ് ആ മനുഷ്യൻ, ആ ക്രൂരമായ മനുഷ്യൻ ആരാണ്? നിൻ്റെ ജീവൻ എടുക്കുന്നവൻ, നിൻ്റെ സ്വജനത്തിൻ്റെ ജീവൻ എടുക്കുന്നവൻ ആരാണ്? ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ വിറച്ചുപോയി. അവൻ്റെ ജീവിതം ഓവർടേൺ ചെയ്തു പോയി. അവിടെ വെച്ച് തന്നെ ഭൃത്യൻ കടന്നു വന്ന് അവൻ്റെ മുഖം മൂടിക്കൊണ്ട് അവനെ അരച്ചാൽ കൊണ്ടുപോയി അവനെ കൊന്നുകളയുന്നതായ സംഭവമാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് അവൻ സകലവും നിർമ്മിക്കുന്നവനും സകലവും പ്ലാൻ ചെയ്യുന്നവനും ആണ്. ഹീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്റ്റ് ആൻഡ് പ്ലാനർ. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും അവനാണ് പ്ലാൻ ചെയ്യുന്നത്. അവനാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഫിനിഷറും ആർക്കിടെക്റ്റും. നമ്മളുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത്, നടത്തുന്നത് നമ്മളുടെ കർത്താവാണ് എന്നോർക്കുമ്പോൾ ഈ എസ്തേർ കർത്താവിൽ ആശ്രയിച്ചതുപോലെ നമ്മളും കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ മുൻപോട്ട് വിജയത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. എന്നിട്ട് രാജാവ് ഹാമാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നായ രാജാവിൻ്റെ മോതിരം എടുത്ത് ഊരി അത് രാജ്ഞിയുടെ കയ്യിൽ, എസ്തേർ രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തു. നീയും മൊർദെഖായും കൂടെ നിൻ്റെ ജനത്തിനും നിനക്കും വേണ്ടിയുള്ളതായ നിയമം എഴുതി ആ പഴയതെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് രാജാവിൻ്റെ മുദ്ര കൊണ്ട് മോതിരം കൊണ്ട് സീല് ചെയ്ത് ദേശത്തെല്ലായിടവും അയക്കുക എന്നുള്ളതായ കൽപ്പനയും കൊടുത്തു. അങ്ങനെ രാജാവിൻ്റെ മോതിരത്തിൻ്റെ മുദ്രയിട്ട് പുതിയ നിയമം എഴുതി ഈ ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ നിശ്ചയിച്ചിരിക്കുന്നതായ സെയിം ദിനത്തിൽ തന്നെ ആരെങ്കിലും യഹൂദന്മാരെ കൊല്ലുവാൻ ശ്രമിച്ചാൽ അവരെ എല്ലാം കൊന്നുമുടിക്കുവാനും അവരെ ഉപദ്രവിക്കുവാൻ വരുന്നവരുടെ മുതലുകൾ എല്ലാം കൊള്ളയിടുവാനും ഒക്കെ ഉള്ളതായ അധികാരം യഹൂദന്മാർക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. ഒരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പേര് എസ്തേർ എന്ന് കൊടുത്തത് പലരും ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ മൊർദെഖായി എന്നുള്ള മഹാനായ മനുഷ്യൻ്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടേണ്ടത് എന്ന് പോലും ആൾക്കാർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെ മഹത്തായ കാര്യങ്ങൾ ചെയ്ത് ആയ ഒരാളാണ് ഈ മൊർദെഖായി എന്ന് പറയുന്നത്. അവർ ഹാമാൻ്റെ കുടുംബത്തെ മുഴുക്കെ നശിപ്പിച്ച് കളയുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഈ 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടിൻപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതി സന്തോഷവും വിരുന്നും ഉള്ള ദിവസവും ഉത്സവ ദിനവും ആയിട്ട് ആചരിക്കുകയും തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നതായ ദിവസമായിട്ട് ആ ദിവസത്തെ മാറ്റി. യഹൂദന്മാരെ മുടിച്ചു തീർക്കുവാൻ വേണ്ടി ഹാമാൻ ഒരുക്കിയതായ ആ ദിവസം എന്ന് പറയുന്നത് അവൻ ഈ ചീട്ടിട്ട് എടുത്തതായ ആ ദിവസമാണ്. ആ ചീട്ട് ഈ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂര എന്ന ചീട്ട് ഇടുവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവനെ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളയുവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര എന്ന പദത്താൽ പുരീം എന്ന പേര് വിളിച്ചു. അങ്ങനെ ഈ മൊർദെഖായിയും ഈ എസ്തേറും ചേർന്ന് പുതിയ നിയമം ഉണ്ടാക്കി. ഹാമാൻ യഹൂദരെയെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതായ അപ്പൂര എന്നതായ ആ ദിവസത്തെ പുരീം എന്നുള്ളതായ പേര് മാറ്റിക്കൊണ്ട് ആ കണ്ണുനീര് ഉണ്ടാകാമായിരുന്ന ദിവസത്തെ ഉത്സവ ദിവസമാക്കി തീർത്തു, ആഘോഷ ദിവസമാക്കി തീർത്തു. അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിക്കുന്ന ദിവസങ്ങളാക്കി തീർത്തു. അതൊക്കെ ഈ എസ്തേറിൻ്റെയും അതുപോലെ തന്നെ മൊർദെഖായിയുടെയും പ്രവർത്തന ഫലമായിട്ട് നടന്നതായ സംഭവമാണ്. ആ പൂരീം ആഘോഷം ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ മുടങ്ങാതെ നടക്കുന്നതായ ഒരു ആഘോഷമാണ്. 10-ാം അധ്യായം ഒരു ചെറിയ അധ്യായമാണ്, ലാസ്റ്റ് അധ്യായമാണ്. അതിൻ്റെ ലാസ്റ്റ് വാക്യം വളരെ പ്രാധാന്യമേറിയതാണ്. അത് ഈ മൊർദെഖായിയെ പറ്റി പറയുന്നതായ ഒരു വാചകമാണ്. ഒടുവിൽ കൺക്ലൂഡിങ് വേർഡ്സ്. എത്ര മനോഹരമായ വാക്യമാണെന്ന് നോക്കൂ. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ 2-ാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവ വംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ളതായ എന്തൊരു സാക്ഷ്യമാണ് ഒരു ദൈവ പൈതലിന് ആവശ്യമുള്ളത്. ഈ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടപ്പോൾ മൊർദെഖായിയെക്കുറിച്ച് ലാസ്റ്റ് വേഴ്സ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവനെക്കുറിച്ച് എത്ര മഹാനായിട്ടാണ് അവനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര മേന്മേറിയ ഒരു ദൈവ പൈതലായിട്ടും മനുഷ്യനായിട്ടും ആണ് ദൈവത്തിൻ്റെ വചനത്തിൽ അവനെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവനെ കണ്ടത്, അവനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് എന്നോർക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം മുതൽ 10-ാമത്തെ അധ്യായം വരെ ദൈവം എന്നുള്ളതായ ഒരു വാക്ക് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും ഓരോ അധ്യായത്തിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കൈയുടെ പ്രവർത്തനം അവിടെ അദൃശ്യ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും രാത്രിയുടെ അവസ്ഥകൾ ഉണ്ടായേക്കാം. ആരും നമ്മെ സഹായിപ്പാനില്ലെന്ന് തോന്നുന്നതായ അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ അദൃശ്യ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായ
അദൃശ്യനായ ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് ഈ എസ്തേറിനോടും മൊർദെഖായിയോടും ചേർന്ന് നമ്മൾക്കും പറയാനിടയാകും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഇടയാകണം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. ഈ അടുത്ത ലെസൺ നമ്മൾ ഇയ്യോബിൻ്റെ ലെസണാണ് പഠിക്കുന്നത്. 31ാമത്തെ ലെസൺ അടുത്ത ആഴ്ച. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.